ചോക്കേഴ്സ് എന്നും ചോക്കേഴ്സ് തന്നെ. ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയതുകൊണ്ട് മാത്രം തങ്ങളിൽ അലിഞ്ഞു കിടക്കുന്ന ആ ജീനിനെ മായ്ച്ചു കളയാനാവില്ല. ന്യൂസിലാൻഡിനെതിരെയുള്ള സെമി പോരാട്ടത്തിലും ദക്ഷിണാഫ്രിക്ക അത് വീണ്ടും തെളിയിച്ചു. എയ്ഡൻ മാർക്രവും സംഘവും സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു തോൽവി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കൊൽക്കത്തയുടെ ഈഡൻ ഗാർഡൻസിൽ ടോസ് വീഴുന്നതിന് മുൻപ് വരെ ക്രിക്കറ്റ് ആരാധകരെല്ലാം പ്രോട്ടീസിന്റെ ജയം ഉറപ്പിച്ചതാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവരത് അർഹിച്ചതുമാണ്. ടൂർണമെന്റിൽ ഒരു മത്സരം പോലും തോൽക്കാത്ത ടീമായിരുന്നു പ്രോട്ടീസ്. പോരാത്തതിന് അതിശക്തരായ ഇന്ത്യയെയും അവർ വലിയ റൺസിന് തോൽപ്പിച്ചു വിട്ടു. സൂപ്പർ 8ലും കംപ്ലീറ്റ് ഡോമിനൻസുമായി എത്തിയ പ്രോട്ടീസ് എന്നിട്ടോ നിർണായക മത്സരത്തിൽ തട്ടിമുട്ടി സെമിയിലെത്തിയ ന്യൂസിലാൻഡിന് മുന്നിൽ കളി കൈവിട്ടു. ടോസ് നേടി ബൌളിംഗ് തിരഞ്ഞെടുത്ത കിവി ക്യാപ്റ്റൻ സാഡ്നറുടെ തീരുമാനം ശരിയെന്നു തെളിയിക്കുന്നതായിരുന്നു പ്രോട്ടീസിന്റെ തുടക്കം. എയ്ഡൻ മാർക്രം, റയാൻ റിക്കൽട്ടൺ, ഡീകോക്ക് എന്നീ ടോപ്പ് ഓർഡർമാർ എളുപ്പത്തിൽ കൂടാരം കയറിയപ്പോഴാകട്ടെ മിഡിൽ ഓർഡറിൽ 34 റൺസ് എടുത്ത് ബ്രവിസും 29 റൺസ് എടുത്ത് സ്റ്റോപ്സും മാത്രമാണ് പൊരുതി നിന്നത്. 30 പന്തിൽ 5 സിക്സറുകളും 2 ഫോറുകളും അടക്കം 55 റൺസ് നേടി ഫിനിഷർ റോളിൽ മിന്നിയ മാർക്കോ യാൻസനാണ് കിവികളുടെ ലക്ഷ്യം 170 എത്തിച്ചത്. ഉങ്കി എങ്കിഡിയും റബാഡയും കോർബിൻ ബോഷും യാൻസനും അടങ്ങുന്ന തീ ബൌളിംഗ് നിരയുടെ കരുത്തിൽ കളി തിരിച്ചു പിടിക്കാമെന്ന് തന്നെയാണ് മാർക്രം അപ്പോഴും കണക്ക് കൂട്ടിയത്. എന്നാൽ കണക്കുകളെല്ലാം പാളുന്ന കാഴ്ചയാണ് ആദ്യ ഓവർ മുതൽ കണ്ടത്. 10ാം ഓവറിന്റെ ആദ്യ പന്തിൽ ടിം സെയ്ഫേർട്ട് പുറത്താകുമ്പോൾ സ്കോർ ബോർഡിൽ 117 റൺസ് ചേർക്കപ്പെട്ടിരുന്നു. അപ്പോഴേക്കും പ്രോട്ടീസ് തോൽവി മണത്തിരുന്നു. 33 പന്തിൽ 2 സിക്സറും 7 ഫോറുകളും അടക്കം 58 റൺസാണ് താരം നേടിയത്. ശേഷം രച്ചിൻ രവീന്ദ്രയെയും കൂട്ടുപിടിച്ച് ഫിൻ അലൻ ശേഷക്രിയകൾ കൂടി നടത്തി. വെറും 33 പന്തിൽ 3 അക്കം തൊട്ട് അലൻ ലോകകപ്പ് ചരിത്രത്തിലെ വേഗതയേറിയ സെഞ്ചുറി കുറിച്ച് കിവികളെ ഫൈനലിലേക്ക് മാർച്ച് ചെയ്യിപ്പിക്കുമ്പോൾ 43 പന്തുകൾ ഇനിയും 20 ഓവറിൽ ബാക്കിയുണ്ടായിരുന്നു. 100 റൺസ് റൗണ്ടാക്കിയ ആ ഇന്നിംഗ്സിൽ 88 റൺസും പിറന്നത് ബൗണ്ടറികളിലൂടെ കൂടിയായിരുന്നു. 8 സിക്സറും 10 ഫോറുകളും. ഏതായാലും നാളെ നടക്കുന്ന ഇംഗ്ലണ്ട് ഇന്ത്യ 2ാം സെമി പോരാട്ടത്തിലെ വിജയികളെയാണ് കിവികൾ ഫൈനലിൽ നേരിടേണ്ടി വരിക. ഓപ്പണിംഗ് ജോഡികൾ ഇതുപോലൊരു പ്രകടനം കാഴ്ചവെച്ചാൽ കിരീടം എന്നതും കിവികൾക്ക് കിട്ടാക്കനിയാകില്ല. അങ്ങനെയെങ്കിൽ ക്രിക്കറ്റിൽ ചെറിയ കാത്തിരിപ്പിന് കൂടി സാഡ്നറും സംഘവും അവസാനമിടും.